നമസ്കാരം. പറയുമ്പോൾ വിഷമം തോന്നണ്ട. മലയാളിയെപ്പോലെ ഇത്രയും ഗതികെട്ടവൻ ഭൂമിയിൽ ഉണ്ടാകുമോ ഈശ്വര എന്ന വാചകമാണ് മനസ്സിൽ തോന്നുന്നത്. ഒരു സിനിമയിൽ പറഞ്ഞ വാചകം ഒന്ന് മാറ്റിയതാണ്. എന്നെക്കാൾ ഗതികെട്ടവൻ ഭൂമിയിൽ ഉണ്ടാകുമോ ഈശ്വര എന്നുള്ള ആ പദത്തെ ഒന്ന് മാറ്റി പറഞ്ഞതാണ്. കാരണം വറച്ചട്ടിയിൽ നിന്ന് എരി തീയിലേക്കാണ് ഇപ്പോൾ മലയാളി. ഞാൻ പഴയൊരു വീഡിയോയിൽ പറഞ്ഞു, ഞങ്ങൾക്കിനി വാർത്താകാലം. ചാനലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും മാധ്യമങ്ങൾക്കുമൊക്കെ ഇനിയൊരു വാർത്താചാകരക്കാലം. ഇപ്പോൾ തന്നെ വാർത്തകൾ ഒതുങ്ങുന്നില്ല, പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. ആ വിധം വാർത്തകൾ. വറച്ചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് എന്ന് പറയാൻ കാരണം ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം അടുത്ത് കോൺഗ്രസിന് നല്ല കാലമായി. 102 സീറ്റോടുകൂടി വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റി ജനം കോൺഗ്രസിനെ. പക്ഷേ തമ്മിലടി തീരുന്നില്ല. തമ്മിലടി എന്ന് പറഞ്ഞാൽ അടിയോടടി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇലക്ഷൻ കാര്യങ്ങൾ കേരളത്തിൽ ആലോചന തുടങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നു, ഇനി വാർത്താകാലം, കോൺഗ്രസിലെ തമ്മിലടിക്കാലം. തീർച്ചയായും അത് ശരിയാണ്. മെയ് 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നു. 5 ദിവസമായിരിക്കുന്നു. ഇതുവരെ മുഖ്യമന്ത്രി ആര് എന്നൊരു തീരുമാനം എത്തിയിട്ടില്ല. ഭരണം സ്തംഭിച്ചു നിൽക്കുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണമാണ്. ഒരു ദിവസമെങ്കിലും ഉദ്യോഗസ്ഥ ഭരണം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള കുതിരകയറ്റം എന്നേ അതിന് പറയാൻ കഴിയും. ഇപ്പോൾ വാർത്താകാലം പോലെ തന്നെ ഫ്ലെക്സ്, നോട്ടീസ് പ്രിന്റ് ചെയ്യുന്ന കമ്പനികൾക്കും നല്ല കാലം. ഫ്ലെക്സിന്റെ യുദ്ധം അതിരുകടക്കുന്നു, നോട്ടീസ് യുദ്ധം അതിരുകടക്കുന്നു, പ്രസ്താവന യുദ്ധം അതിരുകടക്കുന്നു, പരിഹാസങ്ങൾ അതിരുകടക്കുന്നു. ഇത് എതിർ പാർട്ടിയെക്കുറിച്ചല്ല, അവരവരുടെ പാർട്ടിയെക്കുറിച്ചാണ് ഈ സംഭവങ്ങൾ എല്ലാം എന്ന് ഓർമ്മിക്കണം. ജനം അറിഞ്ഞ് നിങ്ങൾ നന്നായി ഭരിക്കൂ എന്ന് പറഞ്ഞു കൊടുത്ത 102 സീറ്റ് മലയാളിയെ പരിഹസിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇതിനേക്കാൾ നല്ലത് ഇടതുപക്ഷ ഭരണം തന്നെയായിരുന്നു. അവർക്ക് വേണ്ടിയെങ്കിലും, പാർട്ടിക്കാർക്ക് വേണ്ടിയെങ്കിലും അവർ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. വാഗ്ദാനങ്ങൾ ജനങ്ങളെ നോക്കി പല്ലളിക്കുന്നു. 5 സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ നടന്നതാണ്. എല്ലായിടത്തും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ മാത്രമാണ് അതിനൊരു വ്യത്യാസം. ആർക്കും ഭൂരിപക്ഷമില്ല എന്ന അവസ്ഥയിൽ അവിടെ കാലുമാറ്റങ്ങളും കുതിര കച്ചവടങ്ങളും നടക്കുന്നു. അത് നടക്കട്ടെ, അത് നമുക്കൊക്കെ മനസ്സിലാകും. അതുപോലെയല്ലല്ലോ ഇപ്പോൾ 102 സീറ്റ് ഇരുന്ന ഭരണകക്ഷിയെ കാലുവലിച്ച് ജനം മൂട്ടിലിട്ടിരിക്കുകയാണ്. അവിടെ ജനത്തിന്റെ നേരെ മുഖത്ത് നോക്കി പല്ലിളിച്ചു കാണിക്കുകയാണ് കോൺഗ്രസ്. 1-ാം പിണറായി കാലത്തെ 5 വർഷത്തിന് ശേഷം കോൺഗ്രസ് മൂടിടിച്ചു വീണപ്പോൾ പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ. ആദ്യം 1-ാം പിണറായി കാലത്ത് രമേശ് ചെന്നിത്തലയായിരുന്നു. പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ നന്നായി തന്റെ കാര്യങ്ങൾ, കടമകൾ നിർവഹിച്ച ആളാണ് രമേശ് ചെന്നിത്തല. എവിടുന്നോയൊക്കെ രേഖകൾ കൊണ്ടുവന്ന് ഭരണകക്ഷിയെ മുൾമുനയിൽ നിർത്തിയതാണ്. എന്നാലും ആ കൊറോണ കാലവും കിറ്റുമൊക്കെ 2-ാം പിണറായി സർക്കാരിന് അവസരമൊരുക്കി. ആ സമയം പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശനായിരിക്കണം എന്ന് പറയാം. കാരണം വേറൊന്നുമല്ല, സർക്കാരിന്റെ ഉറക്കം കെടുത്തുകയായിരുന്നു. നിരന്തരമായ സമ്മർദ്ദങ്ങളിലൂടെ, ആരോപണങ്ങളിലൂടെ സർക്കാരിന്റെ ഇരിക്കപ്രതി മുട്ടിച്ചു കഴിഞ്ഞു. ആ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ച് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകി തന്നെയാണ് ഇത്തവണ ഭരണം കോൺഗ്രസ് നേടിയത്, ഇത്ര ഭൂരിപക്ഷത്തോടുകൂടി. ഇനി മറ്റാരെ മുഖ്യമന്ത്രിയാക്കിയാലും ജനമത് സഹിക്കണം എന്നില്ല. അത് രമേശ് ചെന്നിത്തലയാണെങ്കിൽ പോലും വി.ഡി. സതീശൻ എന്ന നേതൃത്വത്തിന് നൽകിയ വോട്ടാണ് ജനം. അതിനെ പരിഹസിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ചെയ്തിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ രാജസ്ഥാനിൽ ചെയ്ത അതേ കടുങ്കൈയാണ്, അതേ നിലപാടാണ്. ഇപ്പോഴേ ജനം വെറുത്തു തുടങ്ങി. ഭരിക്കാൻ കയറുന്നതിന് മുമ്പ് ഭൂരിപക്ഷം നൽകിയ സർക്കാരിനെ അല്ലെങ്കിൽ ഭൂരിപക്ഷം നൽകിയ കക്ഷിയെ ജനം വെറുത്തു തുടങ്ങിയ അവസ്ഥയായി ഈ 5 ദിവസം കൊണ്ട്. തോറ്റ് മാളങ്ങളിലേക്ക് ഒളിച്ച
ഇടതുപക്ഷ അല്ലെങ്കിൽ LDF അണികളെപ്പോലും ചിരിപ്പിക്കുന്നതായി, ആവേശഭരിതരാക്കുന്നതായി ഇപ്പോൾ കോൺഗ്രസിന്റെ തമ്മിലടി. ഹൈക്കമാൻഡ്, ലോ കമാൻഡ്, നിരീക്ഷകർ, പാലം വലികൾ, എന്ത് കഷ്ടമാണ് ജനം കാണുന്നത്. ജനത്തിന്റെ മുന്നിലാണ് നിങ്ങൾ ഇത് കാണിക്കുന്നത്. 5 വർഷം കഴിഞ്ഞാലും ജനം ഇത് മറക്കണമെന്നൊന്നുമില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. ഒരടി പിന്നോട്ടില്ലാതെയാണ് 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്നത്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വേണുഗോപാലും. വേണുഗോപാലിന് എന്ത് അർഹതയാണ് എന്ന് സാധാരണ പ്രവർത്തകർക്ക് പോലും മനസ്സിലാകുന്നില്ല. നേതാക്കൾക്ക് മനസ്സിലാകുമായിരിക്കും. പണം കൊടുത്തു കാണും, അല്ലെങ്കിൽ സീറ്റ് കൊടുത്തു കാണും. ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തോടുകൂടി, ഹൈക്കമാൻഡിലുള്ള പിടിയോടുകൂടി വേണുഗോപാൽ ചിലർക്കൊക്കെ സീറ്റ് കൊടുത്തു കാണും. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തത് വി.ഡി. സതീശന് വേണ്ടിയാണ്, അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയണം. ഇതുവരെ ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിന്നിട്ട് അവസാനം വന്ന് എനിക്കും വേണം, ഞാനുമുണ്ട് മുഖ്യമന്ത്രി പദത്തിന് എന്ന് പറയുമ്പോൾ ജനം പരിഹാസത്തോടു കൂടി മാത്രമേ കാണൂ. മലയാളത്തിന്റെ ഹൃദയഗായകൻ ചങ്ങമ്പുഴ എഴുതിയ വാഴക്കുല എന്ന് പറയുന്ന പദ്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അടിയാളൻ തന്റെ വീട്ടുനടയിൽ ഒരു വാഴക്കന്ന് നട്ട് വളർത്തി. മക്കളും ഭാര്യയും അയാളുമൊക്കെ വെള്ളം കോരി വളർത്തി. അവസാനം വാഴ കുലച്ച് വിളഞ്ഞ് മുറിക്കാറായപ്പോൾ തമ്പുരാൻ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പറയുകയാണ്, വെട്ടി എന്റെ തറവാട്ടിലേക്ക് എത്തിച്ചേരെന്ന്. ആ അടിയാളൻ അത് വെട്ടിക്കൊണ്ടു പോകുമ്പോൾ കണ്ണീരോടെ നിൽക്കുന്ന മക്കളോട് ആ അടിയാളൻ പറയുന്ന ഒരു വാചകമുണ്ട്: കരയാതെ മക്കളെ, കൽപ്പിച്ചു തമ്പുരാൻ, ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ, വേറൊരു വാഴ വയ്ക്കാം, ഇത് ഞാൻ കൊണ്ട് തമ്പുരാന് കൊടുക്കട്ടെ. കൊതിയോടെ നിന്ന ആ പൈതങ്ങൾ ഇവിടെ തമ്പുരാനായി KC വേണുഗോപാൽ വരുമ്പോൾ ഇവിടെ അതിന് നട്ട് വെള്ളം കോരിയ വി.ഡി. സതീശനും കൂടെ ഒപ്പം നിന്ന, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുമൊക്കെ ഒരു വാഴ വേറെ ഞാൻ വയ്ക്കാം എന്ന് പറയാനുള്ള ഒരു അവസരം ജനം കൊടുക്കില്ല. 5 വർഷത്തിന് ശേഷം വീണ്ടും ഒരാളിന് മുഖ്യമന്ത്രിയാകാം എന്നൊരവസരം ജനം കൊടുത്തില്ല എന്ന് വരും എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ പോലും കോൺഗ്രസ് അണികൾ സഹിച്ചു എന്ന് വരും. വേണുഗോപാലിനെ ഒരു കാരണവശാലും സഹിക്കില്ല. ജനങ്ങൾ എതിർക്കും. അടുത്തൊരു ഇലക്ഷന് അല്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കുന്നിടത്ത് മറ്റൊരു പാർട്ടിയുടെ MP ഉണ്ടാകും. ഒരുപക്ഷെ അത് BJP ആവും. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു MLA രാജിവെപ്പിച്ച് വേണുഗോപാൽ മത്സരിക്കുന്നിടത്ത് വേണുഗോപാൽ തോറ്റെന്ന് വരും. അങ്ങനെ ഒരു തോൽവി ഉണ്ടായാൽ ഈ പാർട്ടിയുടെ അടിവേരിളകി കഴിയും. തുടക്കത്തിലെ അടിവേരിളകി കഴിയും. മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ, മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ 2 ഇലക്ഷനാണ് വരുന്നത്, MP സ്ഥാനത്തേക്കും MLA സ്ഥാനത്തേക്കും. എത്ര കോടി കൊടുത്താണ് ഇപ്പോൾ ഇരിക്കുന്ന ഒരു MLA മാറ്റി വേണുഗോപാൽ MLA ആകാൻ പോകുന്നത് എന്ന ചോദ്യം, അഭ്യൂഹം, പരിഹാസം അണികളുടെ ഇടയിൽ തന്നെ ഇപ്പോഴേയുണ്ട് എന്ന് തിരിച്ചറിയണം കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിർത്തണം ഈ കടിപിടി. നിങ്ങൾ വോട്ട് ചെയ്ത സാധാരണ ജനങ്ങളുടെ മുഖത്ത് നോക്കി ചൊക്കൻ പല്ലിളിക്കുന്നത് പോലെ പരിഹസിച്ച് കാണിക്കരുതേ എന്നൊരു അപേക്ഷയുണ്ട്. ഇനി നാളെ UDF-ന് വോട്ടിടാൻ സൗകര്യമില്ല എന്ന് ജനം പറയുന്ന അവസ്ഥയുണ്ടാക്കരുത്. ഇതിനിടയിൽ തന്നെ ഹൈക്കമാൻഡിന്റെ വിലക്ക് മറികടന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ. എതിർ പാർട്ടിക്കെതിരെയല്ല, സ്വന്തം പാർട്ടിക്കെതിരെ. MLA-മാരുടെ കണക്കെടുത്തപ്പോൾ ഒരു ലിസ്റ്റ് പുറത്തു വന്നു. അറിയാതെ ഏതോ ക്യാമറാമാന്റെ ക്യാമറയിൽപ്പെട്ട് പുറത്തു വന്ന ലിസ്റ്റിൽ പാർട്ടിക്കാർക്ക് തമ്മിലിടയിൽ തന്നെ ഒരു അവിശ്വാസം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ വരെ, അല്ലെങ്കിൽ ഈ സെക്കൻഡ് വരെ, അഭിപ്രായം പറയാൻ പോകുന്ന സെക്കൻഡ് വരെ എന്നോടൊപ്പം നിൽക്കും എന്ന് വിചാരിച്ചയാൾ മറ്റൊരാളിന് വേണ്ടി വാദിച്ച കാഴ്ച നമ്മൾ ആ ലിസ്റ്റിൽ കണ്ടു കഴിഞ്ഞു. തന്നോടൊപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിച്ചയാൾ എതിരാളിക്ക് വേണ്ടി കൈപൊക്കിയിട്ടാണ് തിരിച്ചിറങ്ങി വന്ന് തന്റെ മുഖത്ത് നോക്കി പല്ലിളിച്ചത് എന്ന് 3 നേതാക്കന്മാരും പരസ്പരം മനസ്സിലാക്കിയ അവസ്ഥ. ആ വിശ്വാസത്തിൽ നിന്ന് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്, ഒരാളിനെ മുഖ്യമന്ത്രിയായാൽ 2 പേരും ചേർന്ന് വലിച്ചിറക്കുന്നതിനുള്ള സംവിധാനം തുടങ്ങും. പരിഹാസങ്ങൾ തുടങ്ങും, പാലം വലി തുടങ്ങും,
കുതിരക്കച്ചവടം തുടങ്ങും. തമ്മിലടിച്ചു തീരും ഈ സംവിധാനം. കേരളത്തിൽ മാത്രമല്ല, ഫ്ലെക്സും പ്രതിഷേധങ്ങളും അങ്ങ് ഡൽഹിയിലും വിദേശത്ത് പോലും ഉണ്ട് എന്നാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് കഷ്ടമാണ്, എന്ത് ഗതികേടാണ്. ഇനിയെങ്കിലും ജനങ്ങളെ പരിഹസിക്കുന്ന ഈ അവസ്ഥ നിർത്തണമെന്ന് ഘടകകക്ഷികൾ അഭിപ്രായപ്പെട്ടിട്ട് പോലും ഈ 3 നേതാക്കളും പിന്മാറാൻ തയ്യാറല്ല. തങ്ങൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉറച്ചു നിൽക്കുകയാണ് എന്ന് 3 പേരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാണാം, ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഇനിയും ഒരു വാർത്താക്കാലം, ദിവസവും വാർത്തകൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പറയാൻ വാർത്തയില്ലാതായി പോയാലോ. കോൺഗ്രസ് ഭരിക്കുമ്പോൾ വാർത്തയ്ക്ക് യാതൊരു ക്ഷാമവും ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.